ദി സൗണ്ടിൽ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ട്രെൻഡിംഗ് ലിസ്റ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേര്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മുത്തു ബ്രോ. ഞാൻ യു.പിയിൽ പഠിച്ചുകൊണ്ടിരുന്നു. അവിടെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് ഓരോ ഗുലാബ് ജാമുൻ കഴിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഗുലാബ് ജാമുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പേരെപ്പോൾ കേട്ടാലും എനിക്ക് അത് ഓർമ്മ വരും. ഗുലാബ് ജാമുൻ അത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറച്ച് പ്രണയങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലെല്ലാം ആദ്യം തോന്നുന്ന ഒരു താല്പര്യം ഈ ഗുലാബ് ജാമുൻ എന്നുള്ള പാട്ട് എല്ലാ പ്രണയത്തിനോടും നമുക്ക് ചേർത്ത് ചെയ്യാം. തെക്കുന്നൊക്കെ വരുന്ന ട്രെയിനിൽ എങ്ങനെ പോയാലും ഒരു 200 പേരെങ്കിലും ഉണ്ടാവും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ. അവരൊക്കെ ആദ്യം വന്ന് ഇറങ്ങും ഇവിടെ. ചിലർ ഒരു ദിവസത്തിൽ തന്നെ തിരിച്ചു പോകും, ചിലർ കുറച്ച് മാസങ്ങൾ നിൽക്കും, ചിലർ വർഷങ്ങൾ നിൽക്കും. വർഷങ്ങൾ നിന്നിട്ടും സെറ്റാവാത്തവരുണ്ട്, പെട്ടെന്ന് ശരിയാവുന്നവരുണ്ട്. കഫേകളിലും ക്യൂൻസിലും അവിടെയൊക്കെ പാട്ടുകൾ പാടുമായിരുന്നു. കുറച്ച് പേര് എന്നെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഞാനത് കഴിഞ്ഞ് ഒന്ന് സംസാരിച്ചപ്പോൾ 2 ഡയറക്ടേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് റിലീസാവുന്ന പടമാണ് എക്സ്ട്രാ ഡീസൻറ്റ്. മച്ചിമേലെ ഒറ്റയ്ക്കായോ പട്ടം പോലെ പൊട്ടിപ്പോയോ ക്ലബ് ഹൗസിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സമയത്ത് കേരളം മുഴുവൻ നിൻ്റെ പേരുള്ള സിനിമാ പോസ്റ്ററുകൾ വരും എന്ന് പറഞ്ഞു. എനിക്കത് ഞാനന്ന് സിനിമയെ പറ്റി ചിന്തിച്ചിട്ടില്ല. മായാത്ത ദൂരത്താലെ വിത്തായി നീ തീരാത്ത രൂപത്താലെ സൂറത്തായി നീ. ഹലോ ഹായ് എവ്രി വൺ, ഇറ്റ്സ് മീ ശില്പ. ദി സൗണ്ടിൽ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ലിറിസിസ്റ്റ് ആണ്, കമ്പോസർ ആണ്, പ്ലേബാക്ക് സിംഗർ ആണ്. അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ട്രെൻഡിംഗ് ലിസ്റ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേര്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മുത്തു ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. അപ്പൊ ഒരു കലാകാരനെ മുന്നിൽ കിട്ടിയ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പാട്ട് പഠിപ്പിക്കണം. ഒരു പാട്ടോട് കൂടി തന്നെ തുടങ്ങല്ലേ? ആയിക്കോട്ടെ. പെരുമയിലെ പേരഴകി വരുമോ നീൻ സുമുഖി, കനവോ കനിയോ കനിയേ കലമാൻ കലയാലുലയേ. ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ സഖി നീ മുഞ്ചിലഞ്ചിക്കൊഞ്ചിലോലം നെഞ്ചിലെ ജീവൻ. പെരുമയിലെ പേരഴകി വരുമോ നീൻ സുമുഖി, കനവോ കനിയോ കനിയേ കലമാൻ കലയാലുലയേ. ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ സഖി നീ മുഞ്ചിലഞ്ചിക്കൊഞ്ചിലോലം നെഞ്ചിലെ ജീവൻ. ഹായ്, കൊള്ളാം കൊള്ളാം കൊള്ളാം. എങ്ങനെയാണ് ഈ ഒരു പാട്ട് വന്നത്? ഇത് അതിനു മുന്നേ വേറൊരു കാര്യം പറയട്ടെ. ഈ പാട്ടിന്റെ ഒരു കുഞ്ഞു ക്ലിപ്പ് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ഇത് മുത്തുവിന്റെ തന്നെ ഒരു ലവ് സ്റ്റോറിയാണ്. ആ കഥയും കൂടെ പറയണേ. അത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറച്ച് പ്രണയങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലെല്ലാം ആദ്യം തോന്നുന്ന ഒരു താല്പര്യം, പ്രണയത്തിനോട് തോന്നുന്ന താല്പര്യമാണ് ഈ ഗുലാബ് ജാമുൻ എന്നുള്ള പാട്ട്. എല്ലാ പ്രണയത്തിനോടും നമുക്ക് ചേർത്ത് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്കുണ്ടായ കുറച്ച് പ്രണയങ്ങളെ ഞാൻ അതിലേക്ക് ചേർത്ത് വെച്ചു എന്ന് മാത്രം. എൻ്റെ നല്ല വശം മാത്രം കണ്ടുകൊണ്ട്. നല്ല വശം മാത്രം കണ്ട്. അപ്പൊ ഒരു തകർന്ന പ്രണയമൊന്നും അല്ല, അത് ഒരുപാടുണ്ട്. തകർന്ന പ്രണയം കുറെ ഉണ്ടോ? സീരിയസ്ലി. അപ്പൊ അല്ല, അത് ഞാൻ ആ തകർച്ചയെ ഇതിനകത്ത് വെച്ചിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ എത്ര പ്രണയം ഉണ്ടായിരുന്നു മുത്തുവിന്? അറിയില്ല, എന്നെടുക്കേണ്ടി വരുമോ ഞാൻ മിക്കവാറും? അല്ല, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു മുമ്പ്, അത്രത്തോളം ഉള്ളതുണ്ടായിട്ട്. അത്രത്തോളം? ഇപ്പൊ ബ്രേക്കപ്പ് ആണോ? ഇപ്പം സിംഗിളാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇത് ഏതൊരു ഇമോഷന്റെ പുറത്ത് എഴുതിയതായിരിക്കും ഈ ഒരു സോങ്? ഈ ഒരു സോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചില പേരുകൾ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ഈ ഗുലാബ് ജാമുൻ എന്നുള്ള ഒരു പേര് ഞാൻ യു.പിയിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 വർഷം ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് ഓരോ ഗുലാബ് ജാമുൻ കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഗുലാബ് ജാമുൻ ഫേവററ്റാണ്. അവിടുത്തെയാണ് ഏറ്റവും ഇഷ്ടം. യു.പിയിൽ അവിടെ ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാക്കണ ഞാൻ പഠിച്ച വളരെ ചെറിയൊരു സ്ഥലത്താണ്, ഗോസി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്നുള്ള ഗുലാബ് ജാമുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പേരെപ്പോൾ കേട്ടാലും എനിക്ക് അത് ഓർമ്മ വരും. ഒരു ദിവസം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗുലാബ് ജാമുൻ കണ്ട്, അപ്പോൾ അതിലൊരു പാട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ
ചെയ്തതാണ്. അതിനെ ഗുലാബ് ജാമുനെ നമ്മൾ പ്രണയിക്കുന്ന ഒരാളുമായിട്ട് ചേർത്ത് വെച്ചു. ഓക്കെ, ഈ ഗുലാബ് ജാം എന്നുള്ള പേര് അത്രയും ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മുത്തുവിന്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്തപ്പോൾ മുത്തു സോൾ, അതെങ്ങനെ റാൻഡം ആയിട്ടൊരു പേരാണോ അതോ കുറെ റിസർച്ച് ചെയ്ത് എന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിന് ഞാൻ എന്ത് പേര് കൊടുക്കണം എന്നാലോചിച്ചിട്ട പേരാണോ? അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നതും കാണുന്നതും അയാളുടെ ആത്മാവിനെയാണ്. അപ്പോൾ എല്ലാവരുടെയും ആത്മാവിനാണല്ലോ പ്രാധാന്യം, അല്ലാതെ അവരുടെ ശരീരത്തിനോ രൂപത്തിനോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ആത്മാവിനെ കാണാനാണ്. അപ്പോൾ അതുകൊണ്ട് മുത്തു സോൾ എന്നിട്ട് എൻ്റെ ആത്മാവ് മുത്തു എന്ന് പറയുക ആത്മാവല്ലേ, അപ്പോൾ അതങ്ങനെ ഇട്ടതാണ്. കുറച്ച് അഗാധമായി ചിന്തിച്ചിരുന്നിട്ടതാണ് അല്ലേ? അതെ. ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് യുപിയുടെ ഒക്കെ ആയിരിക്കാം. ട്രാവൽ അഡിക്റ്റഡ് ആണോ മുത്തു? ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സ് തൊട്ട് ട്രാവൽ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഏകദേശം ഇന്ത്യ മുക്കാലും ഒരു 3-4 വട്ടം പോയിട്ടുണ്ട്. കൂടുതലും ഒറ്റയ്ക്കാണ്. അങ്ങനെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ അടുത്ത കാലത്ത് മുത്തുവിൻ്റെ മ്യൂസിക് ഫീൽഡിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പാട്ടിൻ്റെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെയാണോ ചോദിക്കുന്നത്? എങ്ങനെയായാലും അങ്ങനെയൊന്നുമില്ല. ഇല്ലില്ല. ഞാൻ അധികം പാട്ടുകൾ കേൾക്കുന്ന ഒരാളല്ല. പാട്ട് കേൾക്കാറില്ല, വളരെ കുറച്ച് മാത്രം. ഇപ്പോൾ ഈ വീട്ടിൽ റൂമിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് വേണമെന്ന് തോന്നുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കി വെക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ പാട്ടുകൾ വന്നു പോകും. അതിനകത്ത് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം ബ്ലൂസാണ്. ഇങ്ങനെ കേൾക്കും. പക്ഷേ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ബാദ്ഷായാണ്. ഹിന്ദി സോങ്സ് ഒക്കെ ചെയ്യുന്ന ബാദ്ഷായാണ് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ആൾ. ആ ഒരു പാട്ടുകളിനോട് ഏതെങ്കിലും പാട്ടൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെറുതായിട്ട്. അങ്ങനെ ഒരാളെ ഞാനങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ പാട്ടുകളൊന്നും അധികം കേൾക്കാത്ത മുത്തു ഒരു ലിറിസിസ്റ്റ് ആണ്. അപ്പോൾ ഉറപ്പായും ഇതാവുന്നതിന് മുന്നേ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരിക്കും. ഏതൊരു ടൈമിലാണ് മുത്തുവിൻ്റെ ഫീൽഡ് ഇതാണെന്ന് തിരിച്ചറിഞ്ഞത്? ഞാൻ എൻ്റെ കുറച്ച് ഓപ്പണായി സംസാരിക്കുകയാണ്, ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ ഈ മതപഠനത്തിന് വേണ്ടി പോയതാണ്. പിന്നെ ഈ പള്ളി ദർശനം എന്ന് പറയുന്ന പള്ളിയിൽ അവിടെ തന്നെ നിന്ന് പഠിക്കൽ, വീട്ടുകാരുമായിട്ട് ഒക്കെ കുറച്ച് അകന്ന് ഒരു പള്ളിയിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടിൽ തന്നെ ആയിരുന്നോ? നാട്ടിൽ കുറച്ച് അടുത്താണ്. കൊല്ലം ജില്ലയിൽ തന്നെ, അല്ല തിരുവനന്തപുരം ജില്ലയായിരുന്നു. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്താണ്. കൊല്ലം ജില്ലയുടെ ലാസ്റ്റ് അവസാനമാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ ഒരു 7ാം ക്ലാസ് മുതൽ പാട്ടുകളൊക്കെ ഇങ്ങനെ പാരഡിയൊക്കെ എഴുതുമായിരുന്നു. അപ്പം എഴുതാൻ പറ്റും എന്നറിയാം. അങ്ങനെ ഈ പള്ളി ദർസിലേക്ക് പോയപ്പോൾ അവിടെ എൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. മൂപ്പൻ എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു പാട്ട് എഴുതാൻ. അപ്പോൾ ഈ മതപരമായിട്ടുള്ള പാട്ടുകളായിരുന്നു ആ സമയത്ത് എഴുതിയിരുന്നത്. മറ്റ് എഴുതാൻ പറ്റത്തില്ലല്ലോ, എല്ലാത്തിനെ പറ്റി എഴുതാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് പാട്ടുകൾ ഇങ്ങനെ എഴുതി ഒരു സമയമാകുമ്പോൾ പാട്ടുകൾ എഴുതലങ്ങ് നിന്നു. പിന്നെ ഞാൻ ഈ മതപഠനം ഒക്കെ കഴിയുന്ന സമയത്ത് ഞാൻ ഉത്തർപ്രദേശിലെ എൻ്റെ ബിരുദത്തിനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് കുറച്ചൊക്കെ എഴുതുമായിരുന്നു. ഇതെല്ലാം ഈ മതപരമായ പാട്ടുകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പള്ളിയിൽ ജോലി ചെയ്തു. പള്ളിയിൽ ഉസ്താദായിട്ട് ജോലി ചെയ്തായിരുന്നു. എത്ര നാൾ ജോലി ചെയ്തു? ഒരു വർഷം അടുപ്പിച്ച് ജോലി ചെയ്തു. അപ്പോൾ എൻ്റെ എഴുത്തിനൊരു പരിമിതി, ഒന്നുകിൽ വല്ല ഗോസ്റ്റായിട്ട് വല്ലതൊന്നും എഴുതണം. എഴുത്തുകളെ പുറത്തെത്തിക്കാൻ ഒരു ഗോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ മാറ്റുക, അല്ലാതെ എനിക്ക് എഴുത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയായി. അപ്പം ഞാൻ എൻ്റെ ഈ പൗരോഹിത്യം വിട്ടിട്ട് സാധാരണ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അതൊരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി? ഇല്ല, ഈസി ആയിട്ട് അങ്ങനെയൊന്നുമില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതിന് ശേഷമായിരുന്നു ബുദ്ധിമുട്ട്. പിന്നെ ഞാനൊരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തു. ഒരു കാലിത്തീറ്റയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലബ് ഹൗസ് ആ സമയത്താണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ക്ലബ് ഹൗസിലാണ് ഞാൻ എഴുതുന്ന പാട്ടുകൾക്കുള്ള ശരിയായ ഓഡിയൻസിനെ എനിക്ക് കിട്ടിയത്. ഞാൻ എഴുതുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നവർ അവരായിരുന്നു. അവിടെ നിന്ന് കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നെ മാതൃഭൂമിയിൽ ഒരു പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് വിളിച്ചു, കപ്പ TV-യിൽ. ആ പാട്ട് ഇത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആ പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ പോയി എന്നെ വിളിച്ച് എഴുതിപ്പിക്കുന്നൊരു പാട്ട്. അങ്ങനെ പിന്നെ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ രാജസ്ഥാനിലായിരുന്നു. കുറച്ച് ആൾ രാജസ്ഥാനിൽ പോയിരുന്നു. ഈ കവാലി സൂഫി മ്യൂസിക്കൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അവിടെ ഒരു 7-8 മാസം നിന്നു. അതിനുശേഷം തിരിച്ച് കൊച്ചിയിൽ വന്നു.
പിന്നെ ഇവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ സിനിമകളിലേക്ക് വന്നു. ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളിച്ചതാരായിരുന്നു? സിനിമകളിലേക്ക് ഞാൻ കൊച്ചി വന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴും നടക്കാത്ത സിനിമകളാണ്. സിനിമയോട് ആഗ്രഹമുള്ള സിനിമ ചെയ്യണമെന്നുള്ള കഠിനമായ ആഗ്രഹത്തിൽ ഇവിടെ കൊച്ചിയിലെത്തുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും വടക്കുന്നും തെക്കുന്നും ഒക്കെ വരുന്ന ട്രെയിനിൽ എങ്ങനെ പോയാലും ഒരു 200 പേരെങ്കിലും ഉണ്ടാകും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ. അവരൊക്കെ ആദ്യം വന്ന് ഇറങ്ങും ഇവിടെ. ചിലർ ഒരു ദിവസത്തിൽ തന്നെ തിരിച്ചു പോകും, ചിലർ കുറച്ച് മാസങ്ങൾ നിൽക്കും, ചിലർ വർഷങ്ങൾ നിൽക്കും. വർഷങ്ങൾ നിന്നിട്ടും സെറ്റാവാത്തവരുമുണ്ട്, പെട്ടെന്ന് ശരിയാവുന്നവരുമുണ്ട്. അപ്പം അങ്ങനെ കുറേ പേര് ഇങ്ങനെ വണ്ടികളിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഇതിൻ്റെ എന്താണ് ഈ സിനിമയുടെ റൂട്ട്, ഇതെങ്ങനെയാണ് പോകേണ്ടത്, എനിക്ക് പാട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചിലരുമായിട്ട് അവരവരുടെ സ്ക്രിപ്റ്റ് കേൾപ്പിച്ചു, സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു, അതിൽ പാട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസറുണ്ടോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല, ഞാനങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ പാട്ടുകൾ ഞാൻ ചെയ്തിരുന്നു ആദ്യം. പിന്നെ ഒരിക്കൽ ഞാൻ എന്നെ നന്ദഗോപൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുണ്ട് ഹാലിൻ്റെ, നന്ദു എന്നെ സിനിമകളിലേക്ക് എഴുതാൻ വിളിച്ചിരുന്നു. അന്ന് എഴുതിയ പാട്ടുകൾ ഹാലാണ്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്ന ആദ്യം ചെയ്യുന്ന സിനിമ വർക്ക് എന്ന് പറയുന്ന ഹാലിൻ്റെയാണ്. പിന്നെ അതേസമയം തന്നെ ജുബൈർ മുഹമ്മദിൻ്റെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തിരുന്നു. ആ സിനിമയും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിനിമകളിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം ഒരു ദിവസം ഞാൻ സ്ട്രീറ്റ് ചെയ്യുമായിരുന്നു. കഫേകളിലും ക്യൂൻസിലും അവിടെ ഇവിടെയൊക്കെ പാട്ടുകൾ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ കുറച്ച് സൂഫി സോങ്ങുകൾ പാടിക്കൊണ്ടിരിക്കുന്നു. പല രീതികൾ, ചില ദിവസം ഫോക്ക് ആയിരിക്കും, ചില ദിവസം സൂഫി ആയിരിക്കും. അപ്പോൾ ഈ സൂഫി സോങ്സ് പാടിക്കൊണ്ട് എൻ്റെ തന്നെ പാട്ടുകളാണ് പാടുന്നത്, ഒറിജിനൽസാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് പേര് എന്നെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഞാനത് കഴിഞ്ഞ് നിന്ന് സംസാരിച്ചപ്പോൾ 2 ഡയറക്ടേഴ്സ് ആയിരുന്നു. അവർ ആൾറെഡി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആമർ പള്ളിക്കലാണ്, ഐഷ എന്ന് പറഞ്ഞ മൂവി EDയുടെയൊക്കെ ഡയറക്ടർ. പിന്നെ ഷമൽ സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ജാക്സൺ ബസാർ യൂത്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടർ. ഇവരവിടെ എന്നോട് സംസാരിച്ചു. അങ്ങനെ ആമിർക്കയുടെ പടത്തിലേക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ചെയ്ത് ഫസ്റ്റ് റിലീസാവുന്ന പടമാണ് എക്സ്ട്രാ ഡീസൻറ്റ്. സുരാജും ലിസ സ്റ്റീഫനായിരുന്നു പ്രൊഡക്ഷൻ. ഓക്കെ, അതിലെ ലിറിക്സ് ഓർമ്മയുണ്ടോ? പാടാവോ? ഷുവർ. അത് എൻ്റെ കമ്പോസ് ചെയ്യാനൊന്നും കറക്റ്റ് ആയിരിക്കും. ഈ പാട്ട് അങ്കിത് മേനോനും ഇലക്ട്രോണിക്കലിയും കൂടെ ചെയ്തൊരു കമ്പോസ് ചെയ്ത സോങ് ആണ്. മച്ചിമേലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. പാത്തി പാത്ത മുത്തവിത്ത പാക്കാന്ത തപ്പിൻ തമ്പൂത്തത തം താത്തി പാത്തത കൂത്താത്തി പാത്ത ചിത്ത മുത്ത പാക്കാന്ത മത്താത്തി തമത തമ്മെ തിത്താത്തത ആടിയുലയും കാണ്ഠമിടറും തരമൊരു പരുവമിതോ കാറ്റിലലഹെ തോറ്റുമുടിയെ അടിമുടി പിടയുകയോ മച്ചിമേലെ ഒറ്റയ്ക്കായോ പട്ടം പോലെ പൊട്ടിപ്പോയോ ഉച്ചിമേലെ ഉച്ചച്ചൂടോ വട്ടം പോലെ ചുറ്റിപ്പോയോ. അതായിരുന്നു ഇതിലെ പാട്ട്. അതെ. കുറേ പാട്ട് പാടിയാലും ലിറിക്സ് ചെയ്തതിലും മുത്തുവിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് ഒരു അൺറിലീസ്ഡ് ട്രാക്കാണ്. പാർവൈ പുടലൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്ട്രീറ്റിലൊക്കെ പാടാറുണ്ട്. അത് അൺറിലീസ്ഡ് ആണ്, അത് ചെയ്തിട്ടില്ല. അത് വലിയൊരു പാട്ടാണ്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട. എല്ലാം ഒരു കുഞ്ഞുങ്ങളെ പോലെയാണ്. ഉറപ്പായും അതിന്റെ 2 ലൈൻസ് പറയോ? പാടാവോ? അൺറിലീസ്ഡ് ആണ്. ഓക്കെ. ഉജ്ജ്വല ചഞ്ചല രൂപം ഭഞ്ജന പൂരിത കണ്ണും തനുവിൽ വിശ്വം കണ്ണുകളേന്തി ചെഞ്ചായപ്പട്ടിൽ കലി കൊണ്ടിട്ടാടവേ കറുത്ത നെറ്റിയിൽ ഒടുക്കമുലകിനെ അടച്ച വലിയൊരു കണ്ണും ചുണ്ടിൻ മേലമിനും തങ്ക നിറത്തിലെ വരയും നിരയും വായ നിറയ്ക്കും തേറ്റകളും മുനയുള്ള നഖങ്ങളിനറ്റ മുരച്ച് മിനുക്കിക്കാലിൽ കെട്ടിയ ചെമ്പു ചിലങ്കകിലുക്കി തലയിലിരിക്കും ചമയക്കെട്ടിൽ ചന്ദ്രനും കുടികെട്ടിയ പേക്കോലം കലിതുള്ളി കൊണ്ടിങ്ങനെയാടണതാരാവോ പാർവൈ പുടലൻ പാർവൈ പുടലൻ പാർവൈ പുടലൻ പാർവൈ പുടലൻ
കച്ചക മച്ചക ചക മക ചക ചിക്കി ചക ചക മതിച്ചക പച്ച പുലരിയും ഉച്ച കാച്ചിലും മിച്ചം വെച്ച ചുടല ചൂരി മച്ചിലൊളിച്ചാലി ചരവീചിയിലൊച്ച മുറുക്കും പുടലൻ ഞാൻ പാർവൈ പുടലൻ പാർവൈ പുടലൻ പാർവൈ പുടലൻ പാർവൈ പുടലൻ. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ, കൊള്ളാം. ഇതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്. ഓക്കെ, ഇതിന്റെ റിലീസും കാര്യങ്ങളൊക്കെ ഇനി ഇല്ല, എപ്പോഴാണ്? ഇതൊന്നും തുടങ്ങിയിട്ടില്ല. ഒന്നും തുടങ്ങിയിട്ടില്ല. ഫ്യൂച്ചർ പ്ലാനിലോട്ടുള്ളതാണ്. ഒരു വലിയ പാട്ടായതുകൊണ്ട് ഒരു പാടി വരുമ്പോ ഒരു 15 മിനിറ്റോളം എടുക്കും. അത്രയും വലുതാണ് അതിന്റെ സ്റ്റോറിയും. അത് കോൺസെപ്റ്റ് ഓൾറെഡി സെറ്റ് ആണ്. ഫുൾ ഫാന്റസിയാണ്. അതിനകത്തുള്ള ഒരു ക്ലോക്ക് പോലും ഫാന്റസിയാണ്. സമയം നോക്കുന്ന സമയം പോലും ഡിഫറെന്റ് ആണ്. ഇവിടെ ഇല്ലാത്തൊരു ലോകം അവിടെ നടക്കുന്ന കുറെ സംഭവങ്ങളാണ്. അപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റാണ് ആ പാട്ട്. ആ പാട്ട് തുടങ്ങുന്നത് മുതൽ അവിടെ നടക്കുന്ന കഥകളും ഈ ക്ലോക്കിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് വലിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും. ഇങ്ങനെ മുത്തുവിന് എഴുതാൻ ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ടൈം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് ചുറ്റിനും ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായാലും ശരി തന്നെ എഴുതാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല, ഫോക്കസ് മാറി പോകത്തൊന്നുമില്ല. ഇപ്പൊ ഒരു ടൈം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ ഏതെങ്കിലും ഇങ്ങനെ എഴുതിയ ഒരു സോങ് പെട്ടെന്ന് ഇരിക്കുമ്പോ ഓർമ്മ വന്നിട്ട് എഴുതി അത് നല്ല ക്ലിക്കായി പോയി, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? അത് ഇറങ്ങിയ പാട്ടുകളാണ്. അത് ബേസിക്കലി ഗുലാബ് ജാമുനൊക്കെ അങ്ങനെ ചെയ്തതാണ്. പിന്നെ കുസുമത്തി എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒറ്റ ഇരിപ്പിൽ ഇങ്ങനെ എഴുതി തീർക്കുന്ന. അതിനൊരു 10-15 മിനിറ്റ് ഉണ്ടാവാറുള്ളൂ. കുസുമത്തി എന്ന് പറയുന്നത് അത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അങ്ങനെ കുറെ പാട്ടുകളുണ്ട് ഞാൻ ചെയ്തു വെച്ചത്. അതിൻ്റെ അകത്ത് ഇറങ്ങിയതുണ്ട്, ഇറങ്ങാനിരിക്കുന്നതുണ്ട്, വർക്ക് ചെയ്യാത്തതുണ്ട്. കമ്പോസ് ചെയ്ത് ലിറിക്സ് എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകൾ. അപ്പോൾ ഇത് കുസുമത്തി, മുറുക്ക്, പിന്നെ പാൽ തൊട്ടി, അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്. ഈ കുസുമത്തി റിലീസ്ഡാണ്. കുസുമത്തിയുടെ കഥ ഒരു ചെക്കൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് അത് പോകുന്നത്. ഇവൻ്റെ വല്യപ്പാൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ തലേ ദിവസം ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിതനായി വന്ന് വീട്ടിൽ കിടന്നുറങ്ങി. രാവിലെ കല്യാണത്തിന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഉമ്മ വന്ന് വാതിൽ മുട്ടുന്നതും ഒരു കാറിൽ കയറി പോകുന്നതും ഓഡിറ്റോറിയത്തിലെത്തുമ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ, അത് കഴിഞ്ഞിട്ട് കുറേ പേര് മൈലാഞ്ചി കൈ കൊണ്ടിങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കയ്യിൽ ഇവൻ്റെ നോട്ടം ഹിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് അവളുടെ മുഖം കാണുന്നതും പിന്നെ അവളുടെ പിറകെ നടക്കുന്നതും സംസാരിക്കാൻ ശ്രമിക്കുന്നതും, അപ്പോൾ അവളുടെ അടുത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് അവളെ കൈയും പിടിച്ച് കൊണ്ടുപോകുന്നതും, അത് അവൾ മാരീഡ് ആണെന്ന് മനസ്സിലാവുന്നതും, അതൊക്കെയാണ് കുസുമത്തി എന്നുള്ള പാട്ടിന്റെ കഥ. മുത്തുവിന്റെ ലൈഫ് സ്റ്റോറി ഇവിടെ എവിടെയെങ്കിലും റിലേറ്റഡ് ആണോ? സത്യം പറഞ്ഞോ? ഇല്ല. എന്റെ പ്രേമം ഇങ്ങനെയല്ലായിരുന്നു എന്നാണ്. അതെങ്ങനെയായിരുന്നു? കോളേജ് ആയിരുന്നോ? അല്ല, കോളേജൊന്നും ഞാൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഈ മദ്രസ പഠനം അതിന്റെ എവിടെ ഏത് ഗ്യാപ്പിലായിരുന്നു ഈ ഒരു ലവ് സ്റ്റോറി? എന്റെ ഫസ്റ്റ് പ്രണയം എന്ന് പറയുന്നത് എന്റെ 22ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ അധികം 25 വയസ്സായതേ ഉള്ളൂ. 22ാമത്തെ വയസ്സിലായിരുന്നു. അതൊന്നുമില്ല, ഒരു പ്രണയം അത്രേ ഉള്ളൂ. കുറച്ച് നല്ല പാഠങ്ങൾ ജീവിതത്തിൽ തന്നത്. ഇപ്പൊ എന്നെ ഒരു മനുഷ്യൻ ജീവിച്ചു പോകുമ്പോൾ അയാൾക്ക് പല അനുഭവങ്ങളുമാണ് അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നല്ലതും ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും. വിഷമങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വലിയ വിഷമം കിട്ടുന്നോ അത് കഴിഞ്ഞിട്ടുള്ള സന്ദർഭത്തിൽ ഇത്രയും വലിയ വിഷമം വന്നാലും നമുക്കൊന്നും പറ്റൂല. അതിലും വലുത് വരണം, എന്നാൽ മാത്രമേ നമ്മൾ വിഷമങ്ങൾ നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലുപരി കുറേ നല്ല കാര്യങ്ങളുണ്ട്. ചില മൊമെന്റ്സ് അല്ലെങ്കിൽ ചില വാക്കുകൾ, ചില പ്രവൃത്തികളൊക്കെ നമ്മളെ കൂടുതൽ നല്ലതിലേക്ക് നയിക്കും. നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചു പോകാറുണ്ട്, പക്ഷെ നമ്മൾ പശ്ചാത്തപിക്കാനും നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ പ്രേരിപ്പിക്കും. അത്രയേ ഉള്ളൂ. അതൊക്കെയാണ് ഈ പ്രണയങ്ങളിലൂടെയൊക്കെയുള്ള അനുഭവങ്ങൾ. അല്ലാതെ നമ്മളതിൽ തകർന്ന് ഇങ്ങനെ ഒന്നുമല്ലാതെ മുന്നോട്ട് പോകാമെന്നൊന്നുമില്ല. അടുത്ത സന്തോഷങ്ങളെയും നല്ലതിനെയും നമ്മൾ നോക്കി മുന്നോട്ട് പോകാന്നേ ഉള്ളൂ. ഈ ലൈഫിൽ അല്ലെങ്കിൽ കരിയറിൽ ഏറ്റവും ഡൗൺ ആയ സമയത്ത് അത് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വന്നത് എങ്ങനെയായിരിക്കും? അങ്ങനെ ഡൗൺ ആയ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അത്രത്തോളം ഡൗൺ ആവലൊന്നും ഇല്ല, ഉണ്ടായിട്ടില്ല. ഓക്കെ ആണ് ഇതുവരെ. ഓക്കെയാണ്. ഇങ്ങനെ അങ്ങോട്ട് അതിന്റെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ട്. പക്ഷേ ലൈഫ് അങ്ങനെയാണല്ലോ, അത് അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരു
നല്ല കാര്യം സംഭവിച്ച ലൈഫിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ഇതെൻ്റെ ഒരു അച്ചീവ്മെന്റ് ആണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് എന്തായിരിക്കും? അത് നമ്മളിപ്പോൾ വളരെ ഞാൻ മുമ്പ് എൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു, ഒരു മാലാഖയെ പോലെ ജീവിതത്തിൽ വന്ന് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് പോയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് മുമ്പ് പറയുമായിരുന്നു, ക്ലബ് ഹൗസിൽ നിന്ന് പരിചയപ്പെട്ടതാണ് മൂപ്പര്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയുന്നു, ഒരു സമയത്ത് കേരളം മുഴുവൻ നിൻ്റെ പേരുള്ള സിനിമാ പോസ്റ്ററുകൾ വരും എന്ന് പറഞ്ഞിരുന്നു. എനിക്കത്, ഞാനന്ന് സിനിമയെ പറ്റി ചിന്തിച്ചിട്ടില്ല. പാട്ട് ചെയ്യും, പക്ഷേ അന്ന് കൂടുതൽ സൂഫി മ്യൂസിക്കാണ് ചെയ്യുന്നത്. സിനിമയെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതിപ്പോൾ 4-5 വട്ടം സംഭവിച്ചു. അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം സംഭവിക്കുമ്പോൾ അത് പുള്ളി പറഞ്ഞത് സംഭവിച്ചല്ലോ, അതിലുപരി എൻ്റെ പ്രയത്നം അതിനകത്ത്. അപ്പോൾ പുള്ളി ഒരു വഴിത്തിരിവായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. നമ്മളെന്തെങ്കിലും ഒന്ന് അങ്ങനെ ഒരു പോയിന്റ് വെച്ച് നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിനെ പറ്റി ചിന്തിക്കും ഉടനെ. അതുപോലെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ മുമ്പ് പറയാറുണ്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ട് മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അച്ചീവ്മെൻറ്റ്. നമ്മൾ ഇതുവരെയ്ക്ക് മരിക്കുന്ന നേരത്തെ ജീവിതത്തിൽ ഓക്കെയാണ്, ഇതുവരെയ്ക്കെല്ലാം കൂളായിട്ടാണ് പോയത്, സന്തോഷമുണ്ട്, ഹാപ്പിയാണ്, അങ്ങനെ. അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷനാണ്, അതിന് അറബിയിൽ റിള എന്ന് പറയും. അപ്പോൾ ആ ഒരു അത് സൂഫി പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രാധാന്യമുള്ളൊരു സംഭവമാണ് റിള എന്ന് പറയുന്നത്. അതിലേക്ക് എത്തി മരിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ല അച്ചീവ്മെൻറ്റ്. ഈ പുള്ളി പറഞ്ഞായിരുന്നല്ലോ എല്ലാ പോസ്റ്ററിലും ഇനി മുത്തുവിന്റെ പേര് വരുമെന്ന്. ആദ്യത്തെ സിനിമാ പോസ്റ്ററിൽ മുത്തുവിന്റെ പേര് വന്നപ്പോൾ പുള്ളിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും പുള്ളിയെ ഇടയ്ക്ക് കാണാറുണ്ട്. ആണോ? എന്ത് പറഞ്ഞു അപ്പോ? പുള്ളി നല്ല സന്തോഷവാനാണ്. അതെ. ഈ മ്യൂസിക് അല്ലായിരുന്നു എങ്കിൽ എന്ത് തിരഞ്ഞെടുക്കുമായിരുന്നു? കുറെ ജോലി വിട്ടിട്ടാണല്ലോ ഇതിലോട്ട് വന്നത്. അതല്ലായിരുന്നു, മ്യൂസിക് അല്ല എങ്കിൽ വേറൊരു, ഞാൻ മ്യൂസിക് ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ട്രാവൽ ചെയ്തോണ്ടിരിക്കും, അല്ലാതെ വേറൊന്നും ഫീൽഡായിട്ട് ഇല്ല. വരുമാനമൊക്കെ നടക്കും. കാരണം ഞാൻ പാട്ടുകൾ മുമ്പേ എഴുതാറുണ്ട്. അപ്പോൾ ഈ ഹദിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് പണ്ട് കലാകാരന്മാർ ചെയ്തിരുന്നത്. എന്തെങ്കിലും നമ്മുടെ ആർട്ടിനെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവർ നമുക്ക് ഹദിയ തരും, നമുക്ക് ദക്ഷിണ എന്നൊക്കെ പറയും, അതുപോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സമയത്ത് ലൈഫ്. സീരിയസ്ലി ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നു, പാട്ടുകൾ പാടുന്നു, അപ്പോൾ എനിക്ക് ഹദിയകൾ കിട്ടാറുണ്ട്, എൻ്റെ ചിലവുകളൊക്കെ നടന്നു പോകാറുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പോയിരുന്നു. എന്തായാലും പാട്ട് എന്തായാലും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ. ഇലക്ട്രോണിക്കലായിട്ട് കൊളാബ് ചെയ്ത് കുറെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ കുറെ പ്രൊജക്ട് വരുന്നുണ്ട്. പുതിയ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇനി ചെയ്തു വെച്ചത് റിലീസ് ആവാനുണ്ട്. പുള്ളിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഈസിയാണ്, പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇലക്ട്രോണിക്കലി കമ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വെച്ചിരിക്കുന്ന വാക്കുകളുണ്ട്. കമ്പോസ് ചെയ്യുമ്പോൾ ഒരു മീറ്ററിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ മീറ്ററിൽ ഫിക്സ് ചെയ്യാൻ പുള്ളിയുടെ മൈൻഡിലുള്ള വാക്കുകൾ, അതേ ടേസ്റ്റുള്ള വാക്കുകൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പാട്ട് ചെയ്യുമ്പോൾ അധിക സമയമൊന്നും എടുക്കാറില്ല, വളരെ കുറച്ച് നേരം കൊണ്ട് തന്നെ ലിറിക്സും കാര്യങ്ങളൊക്കെ തീരാറുണ്ട്. ഈസിയാണ്. ഇപ്പൊ അത്രയും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ്സ് ആണ് തലവരയിലെ സോങ്സ്. അത് അത്രയും ഹിറ്റ് ആയപ്പോൾ അല്ലെ ട്രെൻഡിങ് ലിസ്റ്റ് വന്നപ്പോൾ മുത്തുവിന്റെ ഫീൽ എന്തായിരുന്നു? സന്തോഷമുണ്ട്. ഞാൻ ആൾറെഡി കിളിയെടുത്ത് പറയുമായിരുന്നു, ഈ പാട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്നു. ആ പാട്ട് ചെയ്യുമ്പോഴേ എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തോ ആ പാട്ടിന്റെ കമ്പോസിഷൻ അത്ര നല്ലതാണ്. ഞാൻ എഴുതുമ്പോഴും എനിക്ക് നല്ലപോലെ എനിക്ക് ഓക്കെ ആയിരുന്നു. അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി അത് എഴുതിയ സമയത്ത്. അപ്പം ഞാൻ കിളിയെടുത്ത് അന്നേ പറയുമായിരുന്നു, ഈ പാട്ട് കുറേ പേര് എൻ്റെ ഫേവറേറ്റ് ഈ സിനിമയിൽ ആ പാട്ടാണ് റിലീസ് ആവുന്നതിന് മുമ്പ്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ച വേറെ ഏതെങ്കിലും വർക്ക് ഉണ്ടോ? അങ്ങനെ സംഭവിച്ച ഹനാൻ ഷായുടെ ഈ കാതൽമാരി എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ടായിരുന്നു. അതും എനിക്ക് അങ്ങനെ, അതും അത്യാവശ്യം നല്ലപോലെ. പിന്നെ മെഹർ അങ്ങനെ പാട്ടുകളൊക്കെ ഇപ്പോൾ പോപ്പുലർ ആയ പാട്ടുകളൊക്കെ മുമ്പേ തന്നെ അറിയാമായിരുന്നു. ഇത് കുറേ പേരിൽ എത്തും, കുറേ പേര് ഇഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. ആ തലവരയിലെ സോങ്സ് എഴുതുമ്പോൾ ഏത് ടൈമിൽ ഇരുന്ന് എഴുതിയതാണ്, അല്ലെങ്കിൽ എന്തൊരു ഇമോഷൻ ആയിരുന്നു അതിലാ? മറ്റേ ഇലകൊഴിയെ, അത് ഭയങ്കര ഒരു സാഡ് മൂഡ് തരുന്ന പാട്ടാണ്. അപ്പൊ മുത്ത് എന്തെങ്കിലും സാഡ് മൂഡിൽ ഇരിക്കുമ്പോൾ എഴുതിയ പാട്ടാണോ? അതിന്റെ പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? ഉണ്ട്. അത് ആ സ്റ്റോറി അല്ല, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സോങ് എന്തോ ആവട്ടെ, നമുക്ക് അതിന് തരുമ്പോൾ അവരുടെ അടുത്തൊരു തീം ഉണ്ടാവും. അപ്പം ആ തീമിലെ ക്യാരക്ടേഴ്സ് എന്താണ്, അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ അവരായി മാറിയിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഫീലിങ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെ എഴുതിയതാണ് അങ്ങനെ എഴുതുന്നത്, എല്ലാം അങ്ങനെ എഴുതുന്നതാണല്ലോ. ഓക്കെ. ഈ ഇലകുഴി എന്തായാലും ട്രെൻഡിങ് ആണ്, ഒന്ന് പാടാവോ?
എനിക്കത് കറക്റ്റായിട്ട് പാടാൻ അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ. എന്നിലാദ്യമായി വന്നൊരീ തെന്നലീണത്തിലായി നീ നാരി ഞാനായി വരി, വീഞ്ഞു പോലെ നീ വന്നൊരീ രാത്രിയിൽ മിന്നലായി വാനായി മായാവനി, മോഹമായി നീ ചൊല്ലിതെന്തുമായ നീമായ ലോകമേന്തി വന്ന് നിന്ന് മുന്നിലായി നീ ചേർന്നു വന്നിരേ മെല്ലയോരമായിരേ മണ്ണിലായി നാം ഒന്നിനീ മായാത്ത ദൂരത്താലെ ഭൂ വിത്തായി നീ തീരാത്ത രൂപത്താലെ സൂറത്തായി നീതിലെ ഇലക്കൊഴിയേ തണലായരികേണയും ഇടവഴിയേ ഋതുവായി നദി പോലൊഴുകും മിഴിയരികെ മഴയായഴലും മഴിയും പ്രണയവുമേ പ്രിയമായ ഗതാരുലയും. തൊണ്ട പോണുണ്ട്, ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. കൊള്ളാം കൊള്ളാം. ഈ പാട്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നതിന് പിന്നാലെ ആരുടെ ഒക്കെ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? കുറെ പേര് വിളിച്ചായിരുന്നു, കുറെ ആൾക്കാർ വിളിച്ചു. അതിനകത്ത് ജെയ്ക്സ് ഏട്ടൻ പറഞ്ഞിരുന്നു പാട്ട് ഇഷ്ടപ്പെട്ടു, എന്നിട്ട് അദ്ദേഹം അടുത്ത പ്രൊജക്ടുകളെ പറ്റി സംസാരിച്ചു. പിന്നെ കുറെ പേര് അപ്രിസിയേറ്റ് ചെയ്തു. ഏകദേശം എന്നെ അറിയാവുന്നവരൊക്കെ. ഫിലിം ഇൻഡസ്ട്രിന്ന് വന്ന റെസ്പോൺസ് ഒരുപാട് വന്നിരുന്നു. മുമ്പ് വർക്ക് ചെയ്ത പടങ്ങളുടെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ. ഇനി മുത്തുവിന്റെ ഫ്യൂച്ചർ പ്രൊജക്ട് എന്താണ്, പ്ലാൻസ് എന്താണ്? ഇനി ബേസിക്കലി ഞാൻ പാട്ടുകാരനല്ല, എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന ആളല്ല. പാട്ട് എനിക്ക് ഇങ്ങനെ എല്ലാ സോങ്ങും പാടാൻ, ഞാൻ ഈ പാട്ട് ഉണ്ടാക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. ഞാൻ ഈ പള്ളിയിൽ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സമയത്ത് മതപരമായിട്ടുള്ള മ്യൂസിക് പരിപാടികളുണ്ട്. എൻ്റെ അത് വാദ്യോപകരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഖസീദത്തുൽ ബുർദ എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങനെ കുറച്ച് അറേബ്യൻ പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല രീതിക്ക് അവഗണിക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അത് പാടുക എന്നുള്ളതേ ഉള്ളൂ. ഈ പാടുമ്പോൾ എൻ്റെ വോയിസ്, ഈ മെലഡി കുറച്ച് സൂത്തിങ് ആയിട്ടുള്ള പാട്ടുകളിൽ എൻ്റെ വോയിസ് സിങ്ക് ആവാത്തത് കൊണ്ട് എനിക്കത് പാടാൻ കഴിയില്ലായിരുന്നു. പിന്നെ കോറസിനൊക്കെ ഏതെങ്കിലും സൈഡിലൊക്കെ ആയിരുന്നു ഇരുത്തിയിരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ പാട്ടും മ്യൂസീഷ്യൻസ് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ട് എനിക്ക് അതുപോലെ ഒരിക്കലും പാടാൻ കഴിയില്ല എന്നുള്ള തോന്നലിലാണ് എനിക്ക് പാടാനുള്ള പാട്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ചെയ്യാന്നുള്ള ചിന്തയിലോട്ട് എത്തിയത്. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ എനിക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റും. പക്ഷേ ഇപ്പം കിളി കമ്പോസ് ചെയ്ത്, അപ്പോൾ ഞാൻ എഴുതിയ പാട്ടുകളായാലും ശരി തന്നെ എനിക്കത് കൃത്യമായി പാടാൻ കഴിയില്ല. അങ്ങനൊരു സബ്ബോട്ട്. അങ്ങനൊരു ടാസ്ക് ഉണ്ട്. എല്ലാറ്റിന്റെ പിന്നിലും ഒരു ടീം ഉണ്ട് എന്ന് പറയാറുണ്ട്. മുത്തുവിന്റെ വർക്കിന്റെ പിന്നിൽ അങ്ങനെ ഒരു ടീമുണ്ടോ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ്? ഫ്രണ്ട്സ് ആണോ, ഫാമിലി ആണോ? മൊത്തത്തിൽ ഒരു ടീമിനെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം മൈൻഡിൽ വരുന്ന ആൾക്കാരാരാ? അങ്ങനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ബേസിക്കലി ഞാൻ പാട്ട് ചെയ്യുമെന്നറിയാവുന്നവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരു വലിയ സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരേക്കും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എൻ്റെ ടീമാണ്. അതിനകത്ത് എടുത്ത് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്കലി ജുബൈർ മുഹമ്മദ്, പിന്നെ കായൽ ബ്ലൂ, മാനസ് കൃഷ്ണ, അപ്പോൾ ഇവരൊക്കെ ഈ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സൊക്കെ എൻ്റെ ടീമാണ്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഒരു വാക്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ അവരെ ആയിരിക്കും ചിന്തിക്കുന്നത്. പിന്നെ അങ്കിത് ബ്രോ, രാഹുൽ ഏട്ടൻ, അപ്പോൾ എല്ലാവരും ഇതുവരേക്കും ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ടീമാണ്. അതങ്ങനെ പറയാൻ കാരണം ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. എന്നാലും ഈ ആദ്യം ചെറുതായിരിക്കുമ്പോൾ നമ്മളതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കില്ലേ എല്ലാ കാര്യത്തിനും? നീ വലുതായി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും, അങ്ങനെ എത്തും എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ കുഞ്ഞിലേ തൊട്ട്? അത് എപ്പോഴും പറയാറുണ്ട്. എൻ്റെ അങ്കിളുണ്ട്, ഉമ്മയുടെ അനിയനുണ്ട്, മൂപ്പരും കുറേ ഇങ്ങനെ പറയാറുണ്ട്. പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അജ്മീറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫക്കീർ എൻ്റെ അടുത്ത്, ഒരു സൂഫി ഫക്കീറുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ പറയും, തെരെ കമരമേ നോട്ട് കി ഗഡ്ഡി പടി ഹോ എന്ന് പറയും, നിൻ്റെ മുറിക്കകത്ത് നോട്ടിൻ്റെ കെട്ടുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ചായ പിടിക്കാൻ പോലും കാശില്ലാത്ത സമയമാണത്. അപ്പോൾ ഞാൻ മൂപ്പരടുത്ത് ചോദിക്കും, വരെ കമരാക്ക് ഇതറിയാമെന്ന് ചോദിക്കും, എൻ്റെ വീട് എവിടെയാണുള്ളത്, എൻ്റെ മുറി എവിടെയാണെന്നൊന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പുള്ളി പറയുന്നത് ചിലപ്പം നമ്മുടെ
നമുക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നായിരിക്കും. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഈ നോട്ട് കീ കട്ട് എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമായിരിക്കില്ലല്ലോ, പ്രശംസകളാവാം, സന്തോഷങ്ങളാവാം. ആ സന്തോഷങ്ങൾ എൻ്റെ മുറിയിൽ കൂട്ടി വെച്ചിരിക്കുന്നു എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയണമെങ്കിൽ ജീവിതം ലാസ്റ്റ് പോയിന്റിലൊക്കെ മനസ്സിലാവുള്ളൂ. ആ മുറി കണ്ടെത്തണം. ഇതുവരെ മുറി എൻ്റെ കൂടെ ഉണ്ടാവും, ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കൂടെ ഉള്ളതിനെ എങ്ങനെ കണ്ടെത്തേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അവിടെ സേഫ് ആണ്. അതെ അതെ, സേഫ്. മുത്തു ആദ്യമായിട്ട് പാടിയ പാട്ടുണ്ടാവില്ലേ, ഫസ്റ്റ് പാട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് അത് ലജ്ജാവതിയാണ്. ലജ്ജാവതി എവിടെ പാടി? ഞാൻ സ്കൂളില് LKG എന്തോ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ കയറി നിന്ന് പാടിയ ഒരു ഓർമ്മ. ഓ, അല്ലാതെ മുത്ത് ചെയ്ത പാട്ട് ആദ്യമായിട്ട് പാടിക്കൊടുത്തേ അതെവിടെയായിരുന്നു? അത് ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത് എഴുതുന്നത് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഷാഫി കൊല്ലം, തൻസീർ കൂത്തുപറമ്പ്, സലീം കോടത്തൂർ ഇവരുടെയൊക്കെ ഈ ആൽബം സോങ്സ് ട്രെൻഡായി നിൽക്കുന്ന ഒരു സമയം. ഞാൻ അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിന്നായിരുന്നു വന്നിരുന്നത്. കൂടുതലും സിനിമാ പാട്ടുകൾ കേൾക്കൽ തീരെ കുറവായിരുന്നു. ആൽബം സോങ്സ് പിന്നെയും കേട്ടിരുന്നു. ഈ ലജ്ജാവതിയൊക്കെ പണ്ട് കേട്ടത് വീട്ടിലൊരു റേഡിയോ ഉള്ളത് കൊണ്ട് അതിൽ ഇടയ്ക്ക് ഇങ്ങനെ പ്ലേ ആവുന്നത് കേട്ടിട്ട് ഞാൻ പഠിച്ചതാണ്. അത് പെട്ടെന്ന് പ്ലേ ആയി കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റും. കാരണം നല്ല കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പം അങ്ങനെ കേട്ടെന്തോ, പിന്നെ കൂടെ ഉള്ള പിള്ളേരൊക്കെ പാടുന്നതോ അങ്ങനെ എന്തോ കേട്ട് പഠിച്ചതാവാം അത്. പിന്നെ ഈ ആൽബം സോങ്സിനോട്, അത് ഇങ്ങനെയുള്ള പാട്ടുകളോട് കുറച്ച് മാപ്പിള ടച്ചുള്ള പാട്ടുകളുണ്ടായിരുന്നു. അതിങ്ങനെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അതുപോലത്തെ ഒരു പാട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, കമ്പോസ് ചെയ്യുന്നത്. അത് സ്കൂളിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 6, 7 ആ ഒരു സമയത്താണ്. സീനിയേഴ്സിന് ഞാൻ പാടി കേൾപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് മിഠായിയൊക്കെ വാങ്ങിത്തരും. മിഠായിയൊക്കെ മേടിച്ചു തരും. ആ സന്തോഷത്തിൽ പാടിക്കൊടുക്കും. അതാണ് ഫസ്റ്റ് പാടിയ പാട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ അപ്രിസിയേഷൻ കിട്ടാൻ തുടങ്ങിയത് ഇവരുടെ അടുത്ത് തന്നെയാണോ, ഈ സീനിയേഴ്സിന്റെ അടുത്ത്? സ്കൂളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. ഓക്കെ ഓക്കെ. ടീച്ചേഴ്സ് വഴക്ക് പറയായിരുന്നു. കാരണം നീ എപ്പോഴും ഈ വലിയ പിള്ളേരോടാണ് കമ്പനി. പക്ഷെ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. എന്താണ് എഴുതുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ മേലെ ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓഡിയൻസ് അവരായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും വഴക്ക് പറയും, ഇവൻ അവൻ്റെ കൂടെയാണ്, അവരുടെ കൂടെയാണ് എപ്പോഴും എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എതിർക്കുന്നില്ല. ഒറ്റവാക്കി തീർത്ത് കളഞ്ഞു, എതിർക്കുന്നില്ല. അവര് എന്ത് പറയുന്നു? ഇപ്പൊ ഇത്രയും ഹിറ്റായില്ലേ തലവരെയും കാര്യങ്ങളൊക്കെ? മനസ്സിലാക്കുന്നത് സന്തോഷം ഉണ്ടെന്നാണ്. പക്ഷെ എൻ്റെ വാപ്പ ഒരു മതപുരോഹിതനാണ്. പിന്നെ ഉമ്മ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് പരിമിതികളുണ്ടാവും. ഞാൻ സഞ്ചരിക്കുന്നത് എൻ്റേത് മാത്രമായ ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് അവരെ ഇതിനകത്ത് കാരണം പറയാനോ അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇത് പറയാനോ സാധിക്കില്ല. അപ്പം ഞാൻ കുട്ടിക്കാലം പോലെ ചിലപ്പോൾ മേ ബി ഈ പള്ളിയിൽ പോയി പഠിച്ച് അങ്ങനെ വളർന്നത് കൊണ്ടാവാം ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ആരെയും മേളിൽ ഇങ്ങനെ ചാരണം എന്നുള്ളൊരു ഇതില്ല. അപ്പോൾ വീട്ടുകാർ എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നീ സിനിമകളിൽ എഴുതുക അങ്ങനെയൊന്നും പറയുകയൊന്നുമില്ല, നീ പാട്ടുകൾ ചെയ്യുക അങ്ങനെയൊന്നുമില്ല, എതിർക്കുന്നില്ല അത്ര. പക്ഷെ അതിന് ഞാൻ അങ്ങനെ സന്തുഷ്ടനാണ്. അത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ പുറത്തായിരിക്കും. അതെ, സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെയ്യാനുള്ളത് എന്താണോ അത് ചെയ്തുകൊണ്ടേയിരിക്കും.